ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യസന്ധമായ ഇഷ്ടം എന്റെ പെണ്ണിന്റെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അത് അവിടെ ഉള്ളിടത്തോളം കാലം വേറൊരുത്തി എന്റെ മനസ്സിൽ കയറില്ല. നീ വാ. മോനെ, സംഭവിച്ചതെല്ലാം തെറ്റാ. ഒരിക്കലും മൂടി വെക്കാൻ പറ്റാത്തൊരു കാര്യം ഞങ്ങൾ ചെയ്തത്. ഇപ്പൊ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്ത എന്തൊക്കെ സംഭവിക്കും, ആരൊക്കെ ബാക്കി ഉണ്ടാവൂന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ സത്യസന്ധമായ ഇഷ്ടത്തിൽ ഒരു ശരിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. ആത്മാർത്ഥമായ മനസ്സോടെ ഞാൻ എന്റെ മോളെ യശോദേ, ദേവനാരായണനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? പ്രിയങ്കയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവനാരായണൻ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടല്ലോ, കണിമംഗലത്തുനിന്നും പ്രിയങ്ക പടിയിറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. നിനക്ക് നിന്റെ വളർത്തുമകളെ സന്തോഷിപ്പിക്കണം, അവളെ കൈപിടിച്ചു കൊടുക്കണം. പക്ഷെ കൈപിടിച്ചു കൊടുക്കുമ്പോ ഒന്ന് മനസ്സിലാക്കിക്കോ, ദേവനാരായണന്റെ ജീവനാ വില പറയുന്നത്. ചെല്ലടി, ചെന്ന അവന്റെ കൂടെ സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തെങ്കിലും സംഭവിച്ച് ദേവൻ തളർന്ന് വീണാലോ അവസാനിച്ചാലോ പിന്നെ ഈ വഴി നീ വന്നു പോകരുത്. ഒന്ന് അവസാനമായിട്ട് കാണാൻ പോലും. ഇവളാ ദേവനാരായണൻ തിരുമേനിയുടെ അന്തസ്സുള്ള മകൾ. ഇവളെ ഓർത്താ ഞാൻ അഭിമാനിക്കുന്നത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയ ഇവള് തന്നെയാ. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ മോള്. അച്ഛനെ വേദനിപ്പിച്ചോണ്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല.
എനിക്ക് വരുണ്ട ഭാര്യയാവാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ ജയിച്ചു അല്ലേ മുത്തശ്ശി? പക്ഷേ സത്യസന്ധമായ ഇഷ്ടം എന്റെ പെണ്ണിന്റെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. അത് അവിടെ ഉള്ളിടത്തോളം കാലം വേറൊരുത്തി എന്റെ മനസ്സിൽ കയറില്ല. വരുണിന് വേറൊരു ഭാര്യ ഉണ്ടാവില്ല. അമ്മേ, ഞാൻ ഇറങ്ങുക. അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അമ്മ വേണത് നേർവഴിക്ക് കൊണ്ടുവരാൻ. യശോദേ, ഒരുപാട് കാലമായി അമ്മ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട്. കുടുംബത്തിന്റെ അന്തസ്സിന്റെ കാര്യം പറഞ്ഞാലും ദേവേട്ടന്റെ വില പറഞ്ഞാലും നമ്മൾ ചെയ്തത് തെറ്റ് തന്നെയാ. അവൻ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ലെന്ന് പറഞ്ഞ അത് തെറ്റാ, തെറ്റ് തന്നെയാ അമ്മ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി എന്നെ രക്ഷിച്ചത്. മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ. മുത്തശ്ശി ജീവനോടെ ഇരിക്കുമ്പോ നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും സംഭവിക്കില്ല മോളെ. ചേച്ചി കൂടെ ഇല്ലാതെ മരണൻ എന്നെ കണിമംഗലത്തേക്ക് ഏറ്റില്ല. കണിമംഗലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ചേച്ചിയെ കൂടെ കൊണ്ടുപോയേ പറ്റൂ.